കുടുംബ വീട്. ബന്ധു വീട്ടിൽ. 1 മണിക്കൂർ വെളുപ്പിനെ 3:30 കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കയറി 1 മണിക്കൂർ കൊണ്ടാണ് കയറിയത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ രക്ഷിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഇന്ത്യ രക്ഷിച്ചുകൊണ്ട് വന്നതാണ്. 1 മണിക്കൂറോട് പെട്ടെന്ന് വെള്ളം കയറിയതാ. ഞങ്ങൾ രാത്രി 8:30 ആയപ്പോൾ ഉണർന്നപ്പോഴത്തേന് വെള്ളം പകുതിയായി. പിന്നെ 5:30 കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറി. ഇല്ല ഡ്രസ്സ് മാത്രം മുകളിൽ കയറ്റി. ഫർണിച്ചർ എല്ലാം 3 അല്ലേ കുറച്ചെടുത്ത് പല ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി എടുത്താൽ പ്രേക്ഷകർക്ക് കാണാം. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പാലായിൽ നിന്നുള്ള ദൃശ്യം, കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. ഇപ്പോൾ മൂന്ന് സ്ഥലങ്ങളിൽ പോയി. അവിടെ എല്ലാം വെള്ളം കയറി കിടക്കണം. എല്ലായിടത്തും ഐത്തല എല്ലാം വെള്ളം കയറി കിടക്കും. നമുക്ക് ഡിങ്കി അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? ചിലയിടത്തൊക്കെ നടക്കും, എല്ലായിടത്തും എത്താൻ ഒക്കുന്നില്ല. റോഡുകളിലെല്ലാം വെള്ളം കയറി കിടക്കും. ഇനിയിപ്പോ എത്ര വീട്, ഇനിയിപ്പോ എവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതായിട്ട്? അല്ല അങ്ങനെ അറിയില്ല. എവിടെയൊക്കെയാണെന്ന് വിളിക്കുന്നതിനനുസരിച്ചാണ് പോകാൻ പറ്റുന്നത്. വിളിക്കുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതേ ഉള്ളൂ. മാമുക്ക് വീട് പല വീടുകളിലുണ്ട്. വിളി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം വിളി വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ ഈ വീടിന് മടക്കി 4 പേരുകൾ അവർ ഇറങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും 2018 അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഇവിടെ സെന്റ് മേരി സ്കൂള് എത്ര അറിയത്തില്ല, വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ഇറങ്ങാനും പറ്റാഞ്ഞത്. സാധനം കുറച്ചൊക്കെ മേളിൽ കയറ്റി വെച്ചു. ബാക്കിയൊക്കെ 5:30 എന്തോ ആയി. 3:30 തൊട്ടേ കയറാൻ തുടങ്ങി. വീട്ടിൽ കയറിയപ്പോഴത്തേന് 5 മണിയൊക്കെ. ഇല്ല അരുൺ, അവർ പറയുന്നത് വീട്ടിലെ സാധന സാമഗ്രികളൊന്നും മാറ്റാൻ സമയം ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഫയർഫോഴ്സ് ടീം ഇനി പോകുന്നത് ഇവിടെ സെന്റ് മേരി സ്കൂൾ ഭാഗത്തേക്കാണ്. റാന്നി സെന്റ് മേരി സ്കൂൾ ഭാഗത്താണ്. അവിടെയും വെള്ളം കയറി കിടക്കുകയാണ്. ഇവർക്ക് ഫോൺ വിളികൾ വരുന്നുണ്ട്. റാന്നിയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും ഇവർക്ക് ഫോൺ സന്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഡിങ്കി എത്തിക്കാവുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഇവർ ഈ ഡിങ്കി എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഡിങ്കിക്ക് പോകാൻ പറ്റാവുന്ന ഇടങ്ങളിലേക്കൊക്കെ ഡിങ്കി ഇവർ എത്തിക്കുന്നുണ്ട്. അവിടേക്ക് എത്തി വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ റാന്നി സെന്റ് മേരി സ്കൂളിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അത് ചെറിയ തോതിൽ വയലുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പമ്പാ നദിയിൽ നിന്നും ഒപ്പം ഇടതോടുകളിൽ നിന്നും ഒക്കെ ആ ഭാഗത്തേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറി